ഹേ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മോർണിംഗ് വ്ളോഗാട്ടോ. അപ്പോൾ ഇപ്പോൾ പനിയെല്ലാം ഏകദേശം മാറി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പതുക്കെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നു, ജനലൊക്കെ തുറന്നപ്പം ഈ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഴുണ്ടായിരുന്നു. പിന്നെ വെളിയിൽ 2-3 ശംഖുപുഷ്പം പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തേക്കുള്ള ശംഖുപുഷ്പത്തിൻ്റെ ആ ടീക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ അത് 2-3 അത് പറിച്ചെടുത്തു. പിന്നെ കുറച്ച് പനിക്കൂർക്കേൻ്റെ ഇലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ടീ പോലെ ഉണ്ടാക്കി. പിന്നെ എന്നും മോർണിംഗിന് ഇവിടെ മുട്ട പുഴുങ്ങിയത് എന്തായാലും കാണും. ഇക്കാക്കും വേണം, പിന്നെ കുഞ്ഞിനും ആയിട്ട് ഞാൻ ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഇക്കാക്ക് മാത്രമായിട്ട് വൈറ്റ് മാത്രം കഴിക്കുന്നതാണ്. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ശംഖുപുഷ്പത്തിൻ്റെ ടീ എല്ലാം ആക്കി. അപ്പോൾ ടീ ഒക്കെ ഞാൻ കുടിച്ച് എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. എഴുതാന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കിനും കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും ചിലത് ഞാൻ പിന്നീട് മറന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് ഞാനിങ്ങനെ വെക്കും. എനിക്കൊരു ചെറിയൊരു ഡയറി ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ മിക്കതും ഷോർട്ട് വീഡിയോയിലാണ്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നീട് മറന്നു പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോഴത്തേക്കിനും എൻ്റെ മോളെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്നഗ്ഗിയും ഡ്രസ്സും ഇട്ട് ഷൂ ഇട്ടിട്ടാണ് പല്ല് തേക്കുന്നത്. ആ ഒരു കോലമാണ്. വന്ന ഉടനെ ആ ക്രോക്സിൻ്റെ അതും ഇട്ടിട്ട്, സ്നഗ്ഗി മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഡ്രസ്സും. എന്നിട്ട് പല്ല് തേക്കാൻ വേണ്ടി ഇരിക്കുന്ന കാര്യമാണ് കാണുന്നത്. പല്ല് തേക്കാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാടയിൽ മിക്കിമ ഇരിപ്പുണ്ടായിരുന്നു. അതിനെ എടുത്തിട്ടാണ് പല്ല് തേക്കുന്നത്. പുള്ളിക്കാർ പല്ല് തേക്കണില്ല, പക്ഷേ മിക്കി മൗസിന് നല്ല പല്ല് തേപ്പിക്കല. അങ്ങനെ അവളെ എല്ലാം പല്ലൊക്കെ തേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പഴം വാട്ടിയതാക്കാമെന്ന് കരുതി. എനിക്കും മോക്കും മാത്രമാണ് പഴം വാട്ടിയത്. അവർക്കൊക്കെ വേറെ പലഹാരമാണ്. ഇക്കാക്ക എഗ് വൈറ്റ് മാത്രം കഴിച്ച് ഗ്രീൻ ടീയും കുടിച്ചാണ് പോവാറ്. അപ്പം പഴം വാട്ടിയതും പിന്നെ ബുൾസയും ആക്കാമെന്ന് കരുതി. പിന്നെ പാലുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആ പനിയുടെ ആ ഒരു ഇടയ്ക്ക് പാല് 2-3 ദിവസം കുടിക്കാൻ പറഞ്ഞാണ്. അതും പിന്നെ പഴം വാട്ടിയതും പിന്നെ ഒരു ബുൾസയും ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കൂടുതൽ പെപ്പർ വേണം, അതാണ് കേട്ടോ അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പം കുഞ്ഞിനും കൊടുത്ത് ഞാനും കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ഇനി കുറച്ച് ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ അടിച്ചു വാരാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ അടിച്ചു വരാമെന്ന് കരുതി, പതുക്കെ എല്ലാം ചെയ്യാമെന്ന് കരുതി. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് കറിയല്ലാതെ ഇന്ന് കൂർക്ക കിട്ടിയായിരുന്നു. അത്യാവശ്യം വലിയ കൂർക്കയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉമ്മ പിന്നെ ഈ ഒരയ്ക്കുന്ന സാധനത്തിലൊന്നും ഇട്ട് അതിൻ്റെ ഇതൊന്നും കളഞ്ഞില്ല. ഉമ്മ പതുക്കെ തൊലി അങ്ങ് ചിരണ്ടാന്ന് പറഞ്ഞു, കാരണം ഇച്ചിരി വലുതായതുകൊണ്ട്. അങ്ങനെ അത് ഉമ്മ ചെയ്തോളാന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഉമ്മ അത് ചിരകി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക വന്നപ്പോഴത്തേനും കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കപ്പോഴും വീട്ടിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇപ്പം ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ. കാരണം ഇക്കാക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഫ്രൂട്ട്സ്. കുഞ്ഞും കുറച്ചൊക്കെ കഴിക്കും. അത് കാരണം തണ്ണിമത്തനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇന്ന് വന്നപ്പം കുറച്ച് ഓറഞ്ചും പിന്നെ അതേപോലെ തന്നെ ഇവിടെ കസ്റ്റാർഡ് ആപ്പിളില്ലേ, അത് കൊണ്ടുവന്നായിരുന്നു. ഇത് വലിയ കസ്റ്റാർഡ് ആപ്പിളായിരുന്നു കേട്ടോ. നല്ല വലിപ്പം ഉണ്ടായിരുന്നു, നല്ല വെയിറ്റുള്ള ഇതായിരുന്നു. അപ്പോൾ അതും 3 ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിരുത്തിയതാണ്. പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് മുടി കെട്ടുന്നത് ഇഷ്ടമല്ല, കണ്ണെഴുതുന്നത് ഇഷ്ടമല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ല. പിന്നെ ക്രീം ഇടാനും പൗഡർ ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ കുറച്ച് ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തണുപ്പല്ലേ, അപ്പം വരണ്ടു പോകണ്ടെന്നെങ്കിൽ ക്രീമും തേച്ച് അവൾ തന്നെ പൗഡർ ഇട്ടായിരുന്നു. അപ്പം കുറച്ച് കൊണ്ടുവന്ന ഓറഞ്ചിൽ നിന്ന് കുറച്ചെടുത്ത് എന്നാൽ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. എനിക്കും ഉമ്മാക്കും മോക്കും മാത്രം. അപ്പോൾ ഒരു 3-4 ഓറഞ്ച് എടുത്ത് അടർത്തിയിട്ടു. ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തിൽ നമ്മുടെ പഞ്ചസാര ഒന്ന് അടിച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ രണ്ടാമത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിക്കുമ്പം നമ്മുടെ ഈ ഓറഞ്ച് വല്ലാണ്ട് കഴിക്കൂലേ. അപ്പോൾ അത് കാരണം ആദ്യം മധുരം ഇട്ട് ഒന്ന് അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓറഞ്ച് എല്ലാം ഇട്ടിട്ടാണ് ഒന്ന് അടിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഗ്ലാസ് ഉമ്മാക്ക് കൊടുത്തു. പിന്നെ പാത്തുവിന് വെളിയിൽ നിന്ന് മറ്റേ സിപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞാൽ അതിനകത്ത് ഒരു 1/2 ഗ്ലാസിൻ്റെ ജ്യൂസ് അതും ഒഴിച്ച് പാത്തുവിന് കൊടുത്തു. പാത്തു അതാകുമ്പോൾ കുടിച്ചോളും. നേരത്തെ ഡ്രസ്സ് ഇട്ട ആളാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഊരി നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൂർക്ക എല്ലാം റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പതുക്കെ ഒന്ന് മെഴുക്കുവരട്ടി എടുക്കാമെന്ന് കരുതി. ഞാൻ കുറച്ച് കടുകും അതേപോലെ മറ്റേ ചുമന്ന മുളകുണ്ടല്ലോ പൊടിച്ചത്, അതും പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് താളിച്ചിട്ട് സവാളയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് പുഴുങ്ങി വെച്ച
കൂർക്ക ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കേട്ടോ ഞാൻ കൂർക്ക വെക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഇങ്ങനെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഞാനും അങ്ങനെ തന്നെ മെഴുക്ക് വറ്റുന്നത് പുഴുങ്ങി മാറ്റിയിട്ട് സെപ്പറേറ്റ് ഇട്ട് വെക്കലാണ് പതിവ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മച്ചിക്ക് നഖം വെട്ടണമായിരുന്നു. ഉമ്മച്ചിക്ക് കുനിഞ്ഞിരുന്ന് വെട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് കാരണം ഞാൻ നഖം വെട്ടിയൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പാത്തൂനെ ഒന്ന് കയറ്റിക്കിടത്തി ഉറക്കി. അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പം ഇനിയത്തെ എൻ്റെ പരിപാടി, ഞാൻ ഉറങ്ങാൻ പോയില്ല, മറിച്ച് അവൾ കസ്റ്റാർഡ് ആപ്പിൾ ഇരുന്നല്ലോ, അപ്പോൾ അത് ഒരെണ്ണം എടുത്ത് കഴിക്കാമെന്ന് കരുതി. ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തീരെ പഴുത്തിട്ടില്ല. എന്നാൽ നല്ല മണവും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ തീരെ പഴുത്തിട്ടില്ല. ഒരു ഭാഗം മാത്രമേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ പുളിയും കുറച്ച് മധുരമൊക്കെ ആയിട്ടാണ് കടിച്ച് തിന്നുന്ന രീതിയായിരുന്നു. നമ്മൾ കസ്റ്റാർഡ് ആപ്പിളൊക്കെ നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുന്നതല്ലേ, ഇതെല്ലാം വ്യത്യസ്തമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാത്തും ഞാനും കൂടെ കയറി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.